നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫിക്സർ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഇപ്പോൾ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. പ്രശ്നമൊക്കെ തീർന്നു. ഹൈബ്രിഡ് മോഡലിന് പാകിസ്ഥാൻ അംഗീകരിച്ചു, അവരത് സമ്മതിച്ചു എന്നൊക്കെയുള്ള സൂചനകളും വാർത്തകളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ICC ഒഫീഷ്യലി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫിക്സർ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, പുറത്തുവിടേണ്ട സമയമൊക്കെ കഴിഞ്ഞ് കടന്നു പോയിട്ടുണ്ട്. ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹോസ്റ്റിംഗ് റൈറ്റ് ഉള്ളത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് യാത്രക്കുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് BCCI ICCയെ അറിയിച്ചു, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ കളിക്കാൻ കഴിയില്ല എന്ന്. സ്വാഭാവികമായിട്ടും സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡലാണ്. ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ പുറത്ത് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, ഇന്ത്യയുടെ കളികൾ പാകിസ്ഥാൻ്റെ പുറത്ത് ഷെഡ്യൂൾ ചെയ്യുക, ബാക്കി കളികൾ പാകിസ്ഥാനിൽ നടത്തുക. ആദ്യം PCB അതുപോലും സമ്മതിക്കാതെ കടുംപിടുത്തം പിടിച്ചതാണ്. മത്സരങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാനിൽ തന്നെ നടത്തണമെന്നവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ICCയുടെ മീറ്റിംഗ് ഒക്കെ കൂടി ഒടുവിൽ പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡലിന് സമ്മതിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതിൽ പക്ഷേ പാകിസ്ഥാൻ 1-2 കണ്ടീഷനുകൾ വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഒന്ന്, റവന്യൂ അവർക്കധികം വേണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇനി ഇന്ത്യയിൽ നടക്കുന്ന ICC ഇവൻറ്റുകൾക്ക് ഇതേപോലെ ഹൈബ്രിഡ് മോഡൽ വേണം. പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ഇനി കളിക്കില്ല, പകരം അവരുടെ മത്സരങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്ത് ഷെഡ്യൂൾ ചെയ്യണം. പക്ഷേ ഇപ്പോൾ BCCI അതും അംഗീകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യമില്ല. പാകിസ്ഥാനിലെ പോലെ ഇന്ത്യയിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് BCCI അറിയിച്ചിരിക്കുന്നു ICCയെ എന്ന് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ടിലെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിലിങ്ങനെയാണ് പറയുന്നത്: BCCI ക്ലിയർ മെസ്സേജ് ICCക്ക് അറിയിച്ചിരിക്കുകയാണ് റിഗാർഡിംഗ് PCBയുടെ ആ ഡിമാൻഡുമായി ബന്ധപ്പെട്ട്. PCBയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ന്യൂട്രൽ വെന്യൂസിൽ ആയിരിക്കും ഇൻ ഫ്യൂച്ചറിൽ കളിക്കുക ഇന്ത്യയിൽ നടക്കുന്ന ICC ഇവൻറ്റുകളിൽ. അങ്ങനെ ഹൈബ്രിഡ് മോഡൽ വേണമെന്നുള്ള പാകിസ്ഥാൻ്റെ ഡിമാൻഡിനോട് ഇപ്പോൾ BCCI ക്ലിയർ മെസ്സേജ് ICCക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ദർ ഇസ് നോ സെക്യൂരിറ്റി ത്രെറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സെക്യൂരിറ്റി ത്രെറ്റൊന്നുമില്ല, അതുകൊണ്ട് ഹെൻസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ആക്സെപ്റ്റിംഗ് സച്ച് ആൻ അഗ്രിമെൻറ്റ് എന്നാണ് ഇപ്പോൾ BCCI അറിയിച്ചിരിക്കുന്നത് എന്ന് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ആ ആവശ്യം എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും വരിഞ്ഞു മുറുക്കാൻ BCCI തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.